9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരു കുട്ടി, പതിയെ പതിയെ അവന്റെ ആക്റ്റീവ്നെസ് കുറഞ്ഞു. അത് മാത്രമല്ല, ഇവൻ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഇവനിങ്ങനെ തുറിച്ചു നോക്കും. ഇങ്ങനെ അല്പം വായ ഇങ്ങനെ തുറന്നിട്ട് ഇവനിങ്ങനെ തുറിച്ചു നോക്കും. അപ്പൊ എന്താ മോനെ, എന്താണ് പ്രശ്നം ചോദിച്ചാൽ ഇവനൊന്നും മിണ്ടില്ല. എന്താണ് ഇവന്റെ പ്രശ്നം, ഇവൻ ആരോടും മിണ്ടുന്നില്ല. പൊതുവെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ പിന്നെ പേരൻസിനെ അറിയിച്ചു. പേരൻസ് പറഞ്ഞു ഈയിടെയായിട്ട് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇവന്റെ അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മക്ക് ക്യാൻസർ ബാധിച്ചിട്ട് കിടക്കുകയായിരുന്നു. ഇവനെ വളരെയധികം സ്നേഹിച്ചിരുന്ന അമ്മമ്മക്ക് ഇവനാണ് എല്ലാ ഗുളിക എടുത്തു കൊടുക്കുന്നതും മറ്റ് എല്ലാ രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യുന്നതും ഇവനായിരുന്നു. പെട്ടെന്ന് മരണത്തിന്റെ ആ ഒരു ഷോക്കിലാണ് ഇവനക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പേരൻസ് പറഞ്ഞു. പക്ഷെ ഇത് കുട്ടികൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇടക്ക് ഇവൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇവനിങ്ങനെ സ്ഥായി ഭാഗമായിട്ട് നിൽക്കും. അപ്പൊ ഇവനെ ഒരു പേരിട്ടു കുട്ടികൾ, ഉറക്ക് എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾക്ക് അവരുടെ ഒരു തമാശ, ഒരു കളിപ്പാട്ടമായിട്ട് ഇവനെ കണ്ടു. ഉറക്ക് എന്ന് പേരിട്ടു. ഇവന്റെ പേരും ഉറക്ക് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ പേരും അത് കുറച്ചൊരു പ്രാസം ഒപ്പിക്കാൻ പറ്റുന്ന പേരായിരുന്നു ഇവൻ്റെത്. അതുകൊണ്ട് തന്നെ അവനെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇവന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരുന്നു. അപ്പൊ പേരൻസ് വന്നിട്ട് സ്കൂളിൽ പറഞ്ഞു ഇവനെ കളിയാക്കരുത്, ഇവനെ സൈക്കോളജിക്കല് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ ആ മരണത്തിന്റെ ഷോക്കിലാണ് ഇവരിങ്ങനെ സംഭവിച്ചത്, അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ശരിയാവും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു. പിന്നെയും ആഴ്ചകൾ കടന്നുപോയി. അപ്പോൾ പെട്ടെന്ന് ഇവന് സ്കൂളിൽ വരാതായി. അപ്പോൾ പിന്നീട് നമ്മൾ അറിയുന്നത് ഇവന് വീട്ടിൽ നിന്ന് വയലന്റ് ആയി. അപ്പോൾ ഒരു മരണത്തിന്റെ ഷോക്കിൽ ഇങ്ങനെ ഒരു വയലൻസ് കാണിക്കാറില്ല പൊതുവെ കുട്ടികളെല്ലാം ആരായാലും ഈ മരണത്തിന്റെ ഒക്കെ ഷോക്കിലാണെങ്കിലും ഈ വയലൻസ് ഉണ്ടാകുന്നത് മറ്റെന്തോ കാരണം കൊണ്ടാണെന്ന് വീട്ടുകാർക്ക് തോന്നി. വീട്ടുകാർക്ക് ആ വയലൻസ് ഉണ്ടായപ്പോൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. അപ്പോൾ പോലീസിന് അവരുടേതായ കൗൺസിലറെയും ഒക്കെ കൊണ്ടുവന്ന് ഇവനെ ഒരു വട്ടം കൂടി കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പോലീസുകാർക്കാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. അത് ഇവനെ ക്യാൻസർ ബാധിതയായ ഇവന്റെ അമ്മമ്മയെ ശുശ്രൂഷിച്ചത് ഇവനാണ്. ഗുളിക എടുത്തു കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവനാണ്. അപ്പോൾ ഒരു സ്ലീപ്പിംഗ് പിൽസ്, ഒരു സെഡേഷന്റെ ഒരു മരുന്നുണ്ടായിരുന്നു ക്യാൻസർ രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു മരുന്ന്. ആ മരുന്ന് ഇവനക്ക് മനസ്സിലായി സ്ലീപ്പിംഗ് പിൽസ് ആണെന്ന്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങും, പെട്ടെന്ന് ഉറക്ക് വരും, ഉറങ്ങാൻ കഴിയും അപ്പോൾ ഇവനക്കത് കൗതുകമായി. ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൗതുകമായി. അപ്പോൾ അത് ക്യാൻസർ രോഗികൾക്ക് എപ്പോഴും ഡെയിലി കൊടുക്കുന്നതല്ല, ഡെയിലി ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നായിരുന്നു അത്. അപ്പോൾ ഇവൻ അത് ഒന്നെടുത്ത് കഴിച്ചു ആദ്യം. അപ്പോൾ ഇവനക്ക് നല്ല ഉറക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനക്ക് ആരും കാണാതെ ചെയ്യുന്ന ഒരു കുട്ടികളുടെ ഒരു കുട്ടിത്തം. അപ്പോൾ ഇവൻ അങ്ങനെ ഗുളിക കഴിച്ചു. ഇവൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനെക്കുറിച്ചിട്ട്, ഈ ഗുളിക പെട്ടെന്ന് തീരുന്നതിനെ കുറിച്ചിട്ടും, ഗുളിക അമ്മമ്മക്കും മനസ്സിലാകില്ലല്ലോ, രോഗിയെ കിടക്കുന്ന അവർക്ക് പാവത്തിന് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഗുളിക പെട്ടെന്ന് തീരാൻ തുടങ്ങി. ബന്ധുക്കൾ ഗുളിക വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയതിനു ശേഷം ഈ അമ്മമ്മ മരിച്ചതിന് ശേഷം സംഭവിച്ചത്, ഈ ഗുളിക മൊത്തം സ്റ്റോപ്പായി. അമ്മമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗുളിക ഉണ്ടാവില്ലല്ലോ. ആ ഗുളിക മൊത്തം അവിടുന്ന് എടുത്തു മാറ്റി. പിന്നെ ഈ ഗുളിക ഇല്ലാതെ അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും ഇവൻ ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഈ മാസങ്ങളായിട്ട് ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസം ഇടവിട്ട് ഇത്ര അധികം ഗുളിക അവന് കിട്ടുന്നുണ്ടോ എന്നറിയില്ല, ഒരുപാട് തവണ ഇവൻ ഈ ഗുളിക ഉപയോഗിച്ചിട്ടാണ് കൂടുതലും കിടന്നുറങ്ങിയത്. അപ്പൊ അത് കാരണത്തായി ഈ അമ്മമ്മ മരിച്ചതോടെ ഈ ഗുളിക കിട്ടാതെയായി, ഈ സ്ലീപ്പിംഗ് പിൽസ് കിട്ടാതെ ആയതോടെ ഇവനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവന് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇവന് ഉറങ്ങാൻ 1-2 ആഴ്ചയോളം ഉറങ്ങുന്നില്ല. നമ്മുടെ ബോഡി നമുക്കറിയാലോ, ഒരു ബോഡി എന്ന് വെച്ചാൽ ഒരു കളിമണ്ണ് പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൗൾഡ് ചെയ്ത് എടുക്കാം. നമ്മൾ എന്ത് ഇൻപുട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബോഡി മാറുക. ഒരുപാട് കാലം നോർമലായ ഒരു മനുഷ്യൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ ഇവനക്ക് പിന്നീട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ മൊത്തം കണ്ടത്. ഇവനക്ക് മാനസികമായിട്ട് തളർന്നു, ഇവൻ വീക്കായി.
ഇവനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല, ഇവനക്ക് ഹാലുസിനേഷൻ പോലുള്ള അസുഖങ്ങൾ, ഇവനക്ക് എന്താ മുമ്പിലുള്ളത് എന്താണെന്ന് തിരിയാത്തൊരവസ്ഥ, മറ്റുള്ളവർ ആരൊക്കെയോ വന്നു നിൽക്കുന്നത് പോലെയുള്ള തോന്നല്, അങ്ങനെയൊക്കെ ഇവർക്ക് സംഭവം തിരിഞ്ഞു. പക്ഷെ ഇവർ ആദ്യം കൊണ്ടുപോകേണ്ടത് ഒരു ഡോക്ടേഴ്സിന്റെ അടുത്തായിരുന്നു ഇവർ കൊണ്ടുപോകേണ്ടത്. ഇവർ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇവർ തന്നെ തീരുമാനിച്ചു, അമ്മമ്മ മരിച്ചതിന്റെ ഷോക്കിലാണ് ഇവനക്ക് ഇങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടായതെന്ന് വീട്ടുകാർ തീരുമാനിച്ചത് കൊണ്ടാണ് കൂടുതൽ ചെക്കപ്പ്, ഇവന്റെ ബോഡി ബ്ലഡോ ഒന്നും ടെസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പം മുമ്പേ ഇത് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് അറിയുമായിരുന്നു. അപ്പൊ ഇവൻ ഉറങ്ങുന്നില്ല എന്നൊക്കെ മനസ്സിലാകായിരുന്നു. പക്ഷെ ഇവർ ആദ്യം ഡോക്ടറെ കാണിച്ചില്ല. അപ്പോൾ പോലീസിന്റെ ഇടപെടൽ കാരണം ഈ കുട്ടിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായി, അതിന്റെ പ്രോപ്പറായിട്ട് ചികിത്സ നടത്തി. അപ്പൊ ഇവൻ ഇപ്പോൾ ഹാപ്പിയാണ്. ഇവന്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അവൻ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. വളരെ സന്തോഷമുണ്ട് അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന്, പ്രത്യേകിച്ച് ഈ 9 അതിൽ ടീനേജിലുള്ള ഒരു കൗമാരക്കാരായ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അവർ എന്തൊക്കെ ചെയ്യും, നമ്മൾ അരുത് എന്ന് പറയുന്നത് ചെയ്യാനായിരിക്കും അവരുടെ മനസ്സ് കൊതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളും ഒക്കെ, ഇങ്ങനെയുള്ള സെഡേഷൻ, ഇങ്ങനെ സ്ലീപ്പിംഗ് പിൽസ്, അതുപോലുള്ള കൗതുകം ഉണർത്തുന്ന, കഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക, ഇങ്ങനെയുള്ള മരുന്നുകൾ പൊതുവെ അവരെ തൊടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറ്റണം. അത് എടുത്തു കൊടുക്കാനൊന്നും അവരെ ഏൽപ്പിക്കുന്നതിൽ പകരം മുതിർന്നവർ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഒരു ഗുളിക കാരണം അവന്റെ ജീവിതത്തിൽ വന്ന അവസ്ഥ, പിന്നീട് ആ സ്കൂളിൽ അവനെ ചേർന്നില്ല, ആ സ്കൂളിൽ നിന്ന് പോയി. കാരണം പിന്നീട് ആ ഒരു മാനസിക രോഗിയായിട്ട് അറിയപ്പെട്ട സ്കൂളിൽ നിന്ന് അവന് പിന്നെയും പോകാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടമല്ല, അവൻ മറ്റൊരു സ്കൂളിലേക്ക് പോയി. ഇപ്പൊ അവിടെ ഹാപ്പിയാണ്. അപ്പൊ ജനങ്ങൾ എപ്പോഴും ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഈ കുട്ടികളായാലും മനുഷ്യരായാലും എപ്പോഴും കളിയാക്കി ചിരിക്കാൻ മാത്രമാണ് അവർക്ക് അറിയുന്നത്. എന്താണ് സംഭവം, അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഓർത്തിട്ട് അവന്റെ കൂടെ നിൽക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല. ഒരു പ്രശ്നത്തിലും, നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നത്തിലും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് നമ്മുടെ കയ്യിലൊരു കണക്ക് വേണം. അവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അപ്പൊ അവരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു കണ്ണും കൂടി അതിൽ വേണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൊതുവെ രോഗികളുള്ളവർക്കും, ഇത് രോഗിയല്ല കുറ്റം പറയേണ്ടത്, രോഗിയുടെ ബന്ധുക്കൾ എപ്പോഴും മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധയുണ്ടാവണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.